മുജീബ് റഹ്മാൻ ചേരുന്നുണ്ട്. മുജീബ്, ഇവിടെ ഇസ്രായേൽ കനത്ത തിരിച്ചടി നൽകാൻ തന്നെയുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് തന്നെ അടിക്കാമെന്നുള്ള രീതിയിൽ ഇസ്രായേലിന്റെ ചർച്ചകൾ നടക്കുന്നു. പ്രധാനപ്പെട്ട ആളുകളുമായി, പ്രതിരോധ വിഭാഗങ്ങളുടെ തലവന്മാരുമായൊക്കെയുള്ള കൂടിക്കാഴ്ചകൾ നടക്കുകയായിരുന്നു. എങ്ങനെയായിരിക്കും ഇസ്രായേലിന്റെ തിരിച്ചടി? ധന്യ, ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പ്രതിരോധ മന്ത്രിസഭാ തീരുമാനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന് കനത്ത തിരിച്ചടി തന്നെ നൽകണമെന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ മന്ത്രിസഭ എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ബെന്യാമിൻ നെതന്യാഹു നേരത്തെ ഈ ലബനാൻ അതിർത്തിയിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ ബന്ധുക്കളെ അഭിമുഖീകരിച്ചുകൊണ്ട് അവർക്കുള്ളൊരു സന്ദേശം എന്ന നിലയിൽ നേരത്തെ സംസാരിക്കേണ്ടത്. അതിൽ അദ്ദേഹം പറയുന്നത് തങ്ങളുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, തെക്കൻ ഇസ്രായേലിൽ നിന്ന് അവിടെ നഷ്ടപ്പെട്ടു പോയ ബന്ദികളുണ്ട്. ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ തിരിച്ചെത്തിക്കുക എന്നതിന് താൻ പ്രതിജ്ഞാബദ്ധനാണ്. അതോടൊപ്പം തന്നെ വടക്കൻ ഇസ്രായേലിൽ നിന്ന് കുടിയിറങ്ങിപ്പോയ കുടിയേറ്റക്കാരെ മടക്കിക്കൊണ്ടുവരിക. ഈ രണ്ട് കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പോരാട്ടമാണ്. അതിനുള്ള ആക്രമണങ്ങളും യുദ്ധവും തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. അവരെ തിരിച്ചെത്തിക്കും വരെ തനിക്ക് വിശ്രമമില്ല എന്ന് പറയുകയുണ്ടായി. അതോടൊപ്പം ഏറ്റവും ആശ്വാസകരമായൊരു കാര്യം, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അദ്ദേഹം ഈ ഇറാനിന് മേലുള്ള ആക്രമണം ഏതായിരുന്നാലും ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും, അതിന് അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ഉറപ്പു പറഞ്ഞു. അതോടൊപ്പം വലിയൊരു ആശങ്ക പശ്ചിമേഷ്യയിൽ പടർന്നിരുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള സാധ്യതയെ സംബന്ധിച്ചായിരുന്നു. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ പറയുന്നത് ഒരു നിലക്കും ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ പാടില്ല, ആ തരത്തിലേക്ക് ഈ ഒരു ആക്രമണം കൊണ്ടുപോകരുത്, അതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിരിക്കുകയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായി. അത് മേഖലയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. ഇക്കാര്യം ഒരാക്രമണം ഉണ്ടാകുമ്പോഴും അത് പരിഗണിക്കുകയാണെങ്കിൽ ഇറാൻ ഏത് രീതിയിലാണോ ഇസ്രായേലിനെ ആക്രമിച്ചത് അതിന് തത്തുല്യമായ രീതിയിൽ തന്നെ കനത്ത തിരിച്ചടി തന്നെ നൽകേണ്ടതുണ്ട്. പക്ഷേ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കരുത് എന്നുള്ളതാണ്. ആണവ കേന്ദ്രങ്ങളിലേക്ക് ഒരു ആക്രമണം നടന്നാൽ അത് വലിയ കാഷ്വാലിറ്റി എന്നതിനപ്പുറത്തേക്ക് ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നടക്കും, അല്ലേ? തീർച്ചയായും വലിയ തരത്തിലുള്ള മേഖലയിൽ വലിയ അശാന്തി പടരുന്ന, ഏറ്റവും വലിയ അതിൻ്റെ ഒരു വ്യാപ്തി കണക്കാക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അത് മാറും. ഒരിക്കലും ആ രീതിയിൽ പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ അമേരിക്ക നൽകിയിരിക്കുന്നു. യു എസ് പ്രസിഡന്റ് തന്നെ അത്തരം കാര്യങ്ങൾ നൽകിയിരിക്കുന്നു. എന്നാൽ ഈ ഇറാൻ മിസൈലുകൾ വ്യോമത്താവളങ്ങളിൽ പതിച്ചതായിട്ടുള്ളൊരു സ്ഥിരീകരണം ഇപ്പോൾ IDF ഇന്ന് നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഒരു ആക്രമണത്തിൽ ഇറാനിൽ നിന്ന് 200ഓളം മിസൈലുകൾ ഇസ്രയേലിലേക്ക് എത്തി. എന്നാൽ തങ്ങളുടെ അയൺ ഡോമുകൾ ഇതെല്ലാം തകർത്തിട്ടിട്ടുണ്ട് എന്നതായിരുന്നു ആദ്യത്തെ പ്രതികരണം. പക്ഷേ ഇപ്പോൾ പറയുന്നത് വ്യോമത്താവളങ്ങളിൽ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്, അതിൻ്റെ കെട്ടിടങ്ങൾക്ക്, ഓഫീസുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം അതിൽ ആളപായമോ ഇതുപോലെ ഫൈറ്റർ ജെറ്റ് പോലുള്ള വിമാനങ്ങൾ നശിക്കുകയോ പോലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ സേന പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വെടിവെപ്പ് സംഭവം, ആ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തിരിക്കുന്നു. 7 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ 6 പേരെ തിരിച്ചറിഞ്ഞതായുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ ലബനാൻ അതിർത്തിയിൽ നിന്ന് ഉണ്ടായൊരു സ്ഫോടനമാണ്. ഇസ്രായേൽ സൈന്യത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സ്ഫോടനം നടന്നത്. അതിനുശേഷമാണ് 8 സൈനികർ മരിച്ചതായുള്ള വിവരങ്ങൾ പറയുന്നത്. നേരത്തെ MCA നാസർ സൂചിപ്പിച്ചതുപോലെ 14 മുതൽ 20 വരെയുള്ള ആളുകൾ ആ സംഘത്തിൽ ഉണ്ടായിരിക്കാമെന്നുള്ള ഒരു സൂചനയുണ്ട്. അത്തരം വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നിന്നുള്ള പരിക്കേറ്റ സൈനികരുടെ എണ്ണം 39 ഗുരുതരമായി ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവിടെയുള്ള ആളുകളെ സൈനിക ഹെലികോപ്റ്ററുകൾ ആ പ്രദേശത്ത് നിന്ന്, വടക്കൻ ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്നത് വലിയ ദുഷ്കരമായ ദൗത്യമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നിന്ന് തന്നെ തെക്കൻ ലബനാനിൽ നിന്ന് ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും റോക്കറ്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. 240ഓളം റോക്കറ്റുകളാണ് ഇന്ന് ലബനാനിൽ നിന്ന് ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് IDF തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. അതിൽ കൂടുതലോ തിരിച്ചടിക്കാമെന്നുള്ള ഉദ്ദേശമായിരിക്കും ഒരുപക്ഷെ ഇസ്രായേലിലും ഉണ്ടാവുക. അതിന്റെ ആലോചനകളാണ് നടക്കുന്നത്. ഞാൻ മുജീബിലേക്ക് വരാം. നാസർ, ഇവിടെ ഞാൻ ഈ സൈനിക മേധാവിയുടെ കാര്യം പറഞ്ഞു നോക്കുകയായിരുന്നു. അതായത് മിഡിൽ ഈസ്റ്റിലെ എല്ലാ മേഖലകളിലും ആക്രമണം നടത്താനുള്ള ശേഷി തങ്ങൾക്കുണ്ട്, അത് മനസ്സിലാക്കാൻ ശത്രുക്കൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല, ഉടൻ മനസ്സിലാക്കും എന്നാണ് ഹലവി പറഞ്ഞത്. അപ്പം സമ്പൂർണമായിട്ടൊരു യുദ്ധഭീതിയിലേക്ക് കടന്നിരിക്കുന്നു കാര്യങ്ങൾ. പശ്ചിമേഷ്യയെ കാത്തിരിക്കുന്നത് എന്താണ് ഇനി എന്നുള്ളതാണ്.
ധന്യ, തീർച്ചയായിട്ടും ഇന്നലെ ഇപ്പോൾ 2 മാസം പിന്നിട്ടൊരു ഘട്ടത്തിലാണ് ഇസ്മായിൽ ഹനിയയുടെ വധം നടന്നിട്ടാണ് ഈ ഒരു ആക്രമണം ഇറാൻ ഇസ്രായേലിന് നേർക്ക് നടത്തുന്നത്. 2 ഘടകങ്ങളാണ് അവർ പ്രധാനമായിട്ടും ഈ ആക്രമണത്തിന് സാധൂകരിച്ചുകൊണ്ട് വ്യക്തമാക്കിയത്. ഒന്ന്, ഇസ്മായിൽ ഹനിയയെ തെഹ്റാനിൽ ഇസ്രായേൽ വധിച്ചതിനുള്ള ഒരു പ്രതികാരം. മറ്റൊന്ന്, ഹിസ്ബുല്ലയുടെ നേതാവ് ഹസൻ നസ്രുള്ളയെ വധിച്ചതിനുള്ള പ്രതികാരം. ഈ 2 വ്യക്തികളെ വധിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രതികരണം മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. വല്ല നിലക്കും ഇനി ഈ ഒരു ആക്രമണത്തിൻ്റെ പേരിൽ തെഹ്റാനെതിരെ നീക്കം നടത്തുകയാണെങ്കിൽ അതിന് ഈ സ്വഭാവത്തിലായിരിക്കുകയില്ല, കുറെ കൂടി വ്യാപകമായ സ്വഭാവത്തിലേക്ക് തങ്ങളുടെ പ്രതികരണം നീളും എന്ന് നിരന്തരമായി തന്നെ സൈനിക നേതൃത്വവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വവും ഇസ്രായേലിനും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി, ഇറാൻ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രതികരണം, ഏതെങ്കിലും മേഖലയിലെ ഒരു രാജ്യം തങ്ങളുടെ സൈനിക താവളങ്ങൾ ഇറാനെ ആക്രമിക്കാൻ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത്തരം രാജ്യങ്ങൾക്കെതിരെ കൂടി തീർച്ചയായിട്ടും തങ്ങളുടെ പ്രതികരണം ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇറാൻ്റെതായിട്ട് നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോട് കൂടിയിട്ട് മാത്രമാണ് ഈ ഒരു സ്ഥിതിഗതികളെ നോക്കിക്കാണുന്നത്. അമേരിക്ക പോലും നിലവിലെ സാഹചര്യത്തിൽ യുഎന്റെ ഇടപെടൽ എങ്ങനെയാണ്? ഇപ്പൊ ഈ സാഹചര്യം വിലയിരുത്താൻ സുരക്ഷാ കൗൺസിലിലെ യോഗം നടക്കുകയാണെന്ന് അറിയുന്നു. പക്ഷേ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞതാണ്, ഈ വെടിനിർത്തൽ നിർദ്ദേശിച്ചിരുന്നു, എന്നാൽ ഇസ്രായേൽ അതൊന്നും ചെവികൊണ്ടില്ല. അതുകൊണ്ടാണ് ഇത്ര മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, ഒരു നരകമായി മാറുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പം ഇപ്പോൾ യോഗത്തിൽ എന്തായിരിക്കും ചർച്ചയാവുന്നത്? എങ്ങനെയായിരിക്കും യുഎൻ ഇടപെടൽ? ധന്യ, രക്ഷാസമിതി യോഗം ഇന്ന് വൈകിട്ട് തന്നെ ആരംഭിച്ചിരുന്നു. വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ അതിൽ സംസാരിച്ചു. ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികൾ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ യോഗത്തിന് മുമ്പാകെ അവർ ഉന്നയിക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനം ഈ മേഖല അസ്ഥിരമാകുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഇസ്രായേൽ നേതൃത്വം വ്യക്തമാക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സംയമനത്തിൻ്റെ ഭാഷ ഇനി ഞങ്ങളോട് പറയേണ്ടതില്ല. ഏറ്റവും കനത്ത ആക്രമണം, 200-ലധികം മിസൈലുകളാണ് ഞങ്ങളുടെ ഇസ്രായേലിൽ വന്ന് പതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ നൽകും. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. അതോടൊപ്പം തന്നെ ഇറാനെതിരെ കുറെ കൂടി ശക്തമായിട്ടുള്ള ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ UN തലത്തിൽ തന്നെ വരേണ്ടതുണ്ട്. അതിന് ഞങ്ങൾ കാത്തിരിക്കുന്നില്ല. പക്ഷെ അത്തരമൊരു അഭിപ്രായം മുന്നോട്ട് വെക്കുകയാണ് എന്നാണ് ഇസ്രായേൽ പ്രതിനിധി വ്യക്തമാക്കിയത്. അമേരിക്കയും ഏറെക്കുറെ ഈ സമാനമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. രക്ഷാസമിതി യോഗത്തിൽ പ്രധാനമായിട്ടും ഇറാനും ഇറാന്റെ പ്രോക്സികളുമാണ് ഈ ഒരു അസ്ഥിരത മേഖലയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ സുരക്ഷ എന്നത് വളരെ പ്രധാനമാണ്. അത് തങ്ങൾ നൽകും. അതേസമയം ഒരു ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനോടും മറ്റും തങ്ങൾക്ക് എതിർപ്പുണ്ട്. അക്കാര്യം ഞങ്ങൾ ഔദ്യോഗികമായി തന്നെ ഇസ്രായേൽ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുകൂടി അമേരിക്ക പ്രതികരിച്ചു. അതോടൊപ്പം തന്നെയാണ് G7 രാജ്യങ്ങളും ഒരു വ്യാപകമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക്, അല്ലെങ്കിൽ മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിനെ ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനം കൂടി G7 രാജ്യങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതിലൂടെ വളരെ ചുരുങ്ങിയ സ്വഭാവത്തിലെങ്കിലും ഇസ്രായേലിനെ അടക്കി നിർത്താൻ പറ്റുമോ എന്നൊരു നീക്കം കൂടിയാണ് ഈ G7 രാജ്യങ്ങൾ ഇപ്പോൾ ശ്രമം തുടരുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് ചേർന്ന സുരക്ഷാ സമിതി യോഗം ഇറാനെതിരെ ആഞ്ഞടിക്കാനുള്ള അനുമതി നൽകിക്കഴിഞ്ഞിരിക്കുന്നു. നെതന്യാഹുവിനും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമാണ് ഈ ചുമതല സുരക്ഷാ സമിതി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി അമേരിക്കയുമായിട്ടുള്ള കൂടിയാലോചനകളാണ് ഇപ്പോൾ ഈ രാത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്രമണം നടത്തുകയാണെങ്കിൽ തന്നെ അതിൻ്റെ സ്വഭാവം എന്തായിരിക്കണം, അതിൻ്റെ വ്യാപ്തി എന്തായിരിക്കണം എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഈ രാത്രിയിൽ കൂടിയാലോചനകൾ തിരക്കിട്ട രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞ് മാത്രമായിരിക്കുമോ ഈ തിരിച്ചടി ഉണ്ടാവുക, അതല്ല വളരെ പൊടുന്നനെ തന്നെ ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ ഒരുപക്ഷെ അർദ്ധരാത്രിയോടുകൂടി മാത്രമായിരിക്കും ഒരു അന്തിമമായിട്ടുള്ള പ്രഖ്യാപനം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. എന്തായാലും തിരിച്ചടിക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം നാളെ രാവിലെ 10 മണി വരെ തെഹ്റാൻ വിമാനത്താവളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിടാനുള്ള ഒരു തീരുമാനം ഇറാനും കൈക്കൊണ്ടിരിക്കുന്നു. ഏത് സാഹചര്യം നേരിടാനും ജനങ്ങളോട് സജ്ജമായി നിൽക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി ഇറാൻ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് ഉള്ളത് ദോഹയിലാണ്. ഖത്തർ അമീറുമായിട്ടും ഉൾപ്പെടെയുള്ളവരുമായിട്ടും ചർച്ചകൾ തുടരുകയാണ്. അതിശക്തമായിട്ടുള്ള ഒരു പ്രതികരണം തങ്ങൾക്കെതിരെ വരികയാണെങ്കിൽ വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ തന്നെ അതിനെ തിരിച്ചടിക്കുമെന്ന് കൂടി ഖത്തറിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇറാൻ പ്രസിഡന്റ് അല്പം മുമ്പ് വ്യക്തമാക്കിയിട്ട് കൂടിയുണ്ട്. ധന്യ.